ചെയ്യാത്ത പണിക്ക് തന്നെയാണ് പിണറായി വിജയന്റെ മകൾ വീണ പണം വാങ്ങിയത്. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസും കരിമണൽ കമ്പനിയായ CMRലും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യാതൊരുവിധ സേവനങ്ങളും നൽകാതെ മാസപ്പടിയായി കോടിക്കണക്കിന് രൂപ വീണയുടെ കമ്പനി അക്കൗണ്ടിലേക്ക് എത്തിയെന്ന ആരോപണങ്ങൾ കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിനപ്പുറം സ്വന്തം പിതാവിന്റെ ഭരണത്തിന്റെ മറവിൽ നടന്ന സ്വാധീന ദുരുപയോഗത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇപ്പോൾ പുറത്തുവന്ന CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ ED മൊഴി ഇത് ശരിവെക്കുന്നതാണ്. ഈ വിവാദത്തിൽ ഏറ്റവും പ്രധാനം CMRL MD ശശിധരൻ കർത്ത 2024 ഏപ്രിലിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ മൊഴിയാണ്. എക്സാലോജി കമ്പനി CMRLന് യാതൊരുവിധ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കൺസൾട്ടൻസി സേവനങ്ങളും നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോടുള്ള വ്യക്തിപരമായ അടുപ്പവും സ്വാധീനവും കാരണം മാത്രമാണ് വീണയ്ക്ക് ഈ പണം കൈമാറിയതെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഒരു വ്യാവസായിക സ്ഥാപനം യാതൊരു സേവനവും ലഭിക്കാതെ കോടികൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ കമ്പനിക്ക് നൽകണമെങ്കിൽ അതിന് പിന്നിൽ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സ്വാധീനമല്ലാതെ മറ്റെന്താണ് കാരണമെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. 2017 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ഏകദേശം 2.78 കോടി രൂപയാണ് എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയത്. ഇതോടൊപ്പം CMRLന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് വഴി 50 ലക്ഷം രൂപയുടെ വായ്പയും അനുവദിച്ചിരുന്നു. ED അന്ന് ചോദ്യം ചെയ്തപ്പോൾ ഈ തുക എന്തിനാണ് കമ്പനി നൽകിയതെന്നോ അല്ലെങ്കിൽ ഇതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്തായിരുന്നുവെന്നോ ഉള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. കമ്പനിയുടെ അന്നത്തെ ജീവനക്കാർക്ക് മാത്രമേ ഇക്കാര്യങ്ങളിൽ കൃത്യതയുള്ളൂ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വീണ നടത്തിയത്. സ്വന്തം സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്ന കോടികളുടെ ഉറവിടത്തെക്കുറിച്ചും ഉദ്ദേശത്തെക്കുറിച്ചും ഉടമയ്ക്ക് തന്നെ വ്യക്തതയില്ലെന്ന് പറയുന്നത് സാധാരണക്കാരായ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED ഇതിനോടകം തന്നെ വീണയെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും പുതിയ വെളിപ്പെടുത്തലുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയാണ്. പിതാവിന്റെ രാഷ്ട്രീയ പദവിയും അധികാരവും ഉപയോഗിച്ച് മകൾ വ്യക്തിപരമായ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാക്കിയെന്ന വാദത്തിന് ബലം നൽകുന്നതാണ് അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച രേഖകളും നൽകിയ മൊഴികളും. അന്വേഷണം കൂടുതൽ ശക്തമാകുന്നതോടെ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ED. ഏതായാലും പിതാവിന്റെ അധികാരത്തിന്റെ തണലിൽ തട്ടിച്ചെടുത്തത് കാരണം മൊത്തത്തിൽ നാണക്കേടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.